ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ ഇപ്പോൾ ചേട്ടൻ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് ബി ജെ പി ഒരു ഹിന്ദു പാർട്ടിയാണെന്നുള്ള ഒരു ലേബൽ ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ മതത്തിന്റെ ഇടയിൽ നിന്ന് എങ്ങനെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്? ആദ്യമൊക്കെ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, മറ്റൊന്ന് ഈ BJP ആയല്ലോ അങ്ങനെയൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പറഞ്ഞിരുന്ന കാരണം എന്തായിരുന്നു? അതൊരു ഹിന്ദു ഒരു പാർട്ടി ആണല്ലോ, നീ എന്തിനാ അതിനൊക്കെ പോയെന്നൊക്കെ എന്നോട് പറഞ്ഞ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും BJPയിൽ ചേരണം എന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ സംഘടനയിലെ ആൾക്കാർ. പള്ളിയിലെ ഇന്ന് മെമ്പർഷിപ്പ് എടുത്തതല്ലേ ബി ജെ പിയിൽ? പേരെന്തായിരുന്നു? സെബാസ്റ്റ്യൻ. BJPയിൽ വരാനുള്ള കാരണം എന്താണ്? കാരണം ചോദിച്ചാൽ ഡൽഹിയിൽ കരുത്തട്ടൊരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ BJPയുടെ തന്നെ ഒരു നല്ലൊരു ഗവൺമെൻറ് ഈ കേരളത്തിൽ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ സമുദായത്തിൽ BJPയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനൊരു മാറ്റം വന്ന് ഇപ്പോൾ ഓരോരുത്തരായിട്ട് BJPയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. BJP നല്ല നിലപാടിൽ പോണ കാരണം കൊണ്ട് BJPയിൽ പ്രവർത്തിക്കണം. നമസ്കാരം. രാജ്യവ്യാപകമായി BJP ഇന്ന് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഏകദേശം 4 ദിവസം കൊണ്ട് തന്നെ 1.5 കോടി മെമ്പർഷിപ്പ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. 10 കോടി മെമ്പർഷിപ്പാണ് രാജ്യത്ത് BJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് കേരളത്തിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ BJPയിൽ ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയുടെ വിജയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു വോട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് മുതൽക്ക് തന്നെ യേശുക്രിസ്തുവിനെ വരെയും അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പല നിലപാടുകളും സോഷ്യൽ മീഡിയയിൽ എടുത്ത ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ അവരുടെ മുന്നിലേക്ക് തന്നെ വീണ്ടും നിരവധി ക്രിസ്ത്യൻ സഹോദരന്മാർ BJPയിൽ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ മുന്നോട്ട് വരികയാണ്. ഈ സമയത്ത് മെമ്പർഷിപ്പ് എടുക്കുകയും ന്യൂനപക്ഷ മോർച്ചയുടെ ചുമതലയിലേക്ക് വന്നിരിക്കുന്ന സഹോദരങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തുകൊണ്ട് BJPയിൽ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ചേട്ടാ നമസ്കാരം. ഷിബു ഫ്രാൻസിസ്. ചേട്ടനിപ്പോ BJPയിൽ അംഗത്വം എടുത്തിരിക്കുകയാണല്ലോ. അതെ. BJPയിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ ഇപ്പോൾ ചേട്ടൻ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് BJP ഒരു ഹിന്ദു പാർട്ടിയാണെന്നുള്ള ഒരു ലേബൽ ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ മതത്തിന്റെ ഇടയിൽ നിന്ന് എങ്ങനെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്? ആദ്യമൊക്കെ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, മറ്റൊന്ന് ഈ BJP ആയല്ലോ അങ്ങനെയൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പറഞ്ഞിരുന്ന കാരണം എന്തായിരുന്നു? അതൊരു ഹിന്ദു ഒരു പാർട്ടി ആണല്ലോ, നീ എന്തിനാ അതിനൊക്കെ പോയെന്നൊക്കെ എന്നോട് പറഞ്ഞ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും BJPയിൽ ചേരണം എന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ സംഘടനയിലെ ആൾക്കാർ. പള്ളിയിലെ മാറ്റങ്ങളുണ്ടോ ഈ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ? തീർച്ചയായിട്ടും ആദ്യത്തിലും ഭയങ്കര മാറ്റങ്ങളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷന് ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഞങ്ങൾ BJPയെ ജയിപ്പിച്ചു. ഞങ്ങൾ 87 വീട്ടുകാർ BJPയിൽ മെമ്പർഷിപ്പ് എടുത്തു. പ്രഭ ടീച്ചറെയാണ് ഞങ്ങൾ ജയിപ്പിച്ചത്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആദ്യത്തേലും കൂടുതൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോണ വാർഡ് ഇലക്ഷനും ഞങ്ങൾ BJPയെ തന്നെ നിലനിർത്തുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയമൊക്കെ ഒരുപാട് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് മുന്നും. അപ്പോൾ അതൊക്കെ കേരളം മുഴുവൻ അതൊന്ന് അലയടിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും കേരളം മുഴുവൻ അലയടിക്കും. കാരണം സുരേഷ് ഗോപിയെ പോലുള്ള സ്റ്റാർ ഇലക്ഷനിൽ നിന്ന് വിജയിച്ചു. അത് കൂടുതലും ക്രിസ്ത്യൻ വോട്ട് കിട്ടിയാണ് ജയിച്ചേക്കണേ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് കേരളത്തെ മുഴുവനും BJPക്കാരും ഇത് അംഗീകരിക്കും. ഇപ്പോൾ വൈദികന്മാരടക്കം BJPയിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. അതിനെ ഏത് രീതിയിലാണ് ഒരു മതവിഭാഗത്തിൻ്റെ, ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ ഒരു പുരോഹിതരൊക്കെ BJPയിൽ അംഗത്വം എടുക്കുന്ന ഒരു സമയത്ത് അത് നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടുതൽ പ്രചോദനം ഉണ്ടാക്കുന്നതായിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ അറിയുന്ന 2-3 വൈദികർ BJPയെ പിന്താങ്ങാനും BJPയിൽ ചേരാനും അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റെല്ലാവരുടെ ചട്ടക്കൂട്ടിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലാണ് അവർ നിൽക്കുന്നത്. അവരും സാവധാനം BJPയിലേക്ക് ചേരും. ഇപ്പോൾ അവസാനമായിട്ട് UDFിൻ്റെയും അല്ലെങ്കിൽ LDFിൻ്റെയും CPM, കോൺഗ്രസ് ഇവരുടെയൊക്കെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ നിങ്ങളോട് ഏത് തരത്തിലാണ് പെരുമാറുന്നത്? ആദ്യമൊക്കെ വളരെയധികം ദേഷ്യത്തോടും കാര്യത്തോടുമാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അവർക്കും നമ്മളെ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. കാരണം BJP അത്രയധികം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ജോബ്. എന്താ ജോലി? എന്താ? ഡ്രൈവറാണ്. ചേട്ടൻ ഇപ്പോൾ BJPയിൽ അംഗത്വം എടുത്ത് മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള താങ്കളുടെ ഒരു കാഴ്ചപ്പാടുന്നു? BJP എന്ന് പറഞ്ഞാൽ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. നല്ല രീതിയിൽ പ്രവർത്തനങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്.
അതിൽ വിശ്വസിച്ച് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു നിലപാട് BJPയിലേക്കായിരുന്നു. അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം BJPയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മുന്നോട്ട് വരുന്ന ഈ സമയത്ത് കുടുംബക്കാരും മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ പള്ളിയിലെല്ലാം ആളുകളിൽ നിന്നൊക്കെ ഏത് തരത്തിലുള്ള നിലപാടാണ് താങ്കൾക്ക്? എതിരെയാണോ അനുകൂലമാണോ? സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ സമുദായത്തിൽ BJPയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനൊരു മാറ്റം വന്ന് ഇപ്പോൾ ഓരോരുത്തരായിട്ട് BJPയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. BJP നല്ല നിലപാടിൽ പോണ കാരണം കൊണ്ട് BJPയിൽ പ്രവർത്തിക്കണം. അപ്പോൾ BJPയുടെ നിലപാടിൽ സഹകരിച്ച് പോകണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ആ നിലപാടിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരുപാടുള്ളൊരു എതിർപ്പ് കാര്യങ്ങളൊന്നും നമ്മൾക്ക് ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. പള്ളിയിൽ കുടുംബക്കാരിൽ നിന്ന് ആരിൽ നിന്നും ഇല്ല. എത്രത്തോളം പ്രതീക്ഷയുണ്ട് BJP ഇപ്പോഴത്തെ ഒരു പ്രവർത്തനത്തെ? പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ്. എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിനുള്ള കാരണം? എന്താണ്? അല്ല, മാറ്റത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റം അനിവാര്യമാണല്ലോ. എന്നും ഒരു ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് നിലപാടിലൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളും ഇതെല്ലാം വരുമ്പോൾ പാർട്ടിയുടെ ഇപ്പോൾ നമുക്ക് സുരേഷ് ഗോപിയേട്ടൻ തൃശ്ശൂർ ജയിച്ചപ്പോൾ അതിൻ്റേതായ പ്രവർത്തകർക്ക് ഒരു ആവേശവും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു ഇപ്പോൾ പാർട്ടിയിൽ. അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നുണ്ട്, പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. അത് തന്നെ പാർട്ടിയുടെ ഒരു ഉയർച്ച. ഇപ്പോൾ നമ്മുടെ BJP ഒരു ഹിന്ദു പാർട്ടിയാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം LDFിൻ്റെയും UDFിൻ്റെയും ഭാഗത്തും വ്യാപകമായിട്ടുണ്ട്. ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണുള്ളത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ചേട്ടൻ BJPയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എന്താണ് മനസ്സിലുള്ളത്? ഇല്ല, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വന്നിരിക്കുന്നത് പാർട്ടി വിശ്വസിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ നയങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങളും എല്ലാം പോകുമ്പോൾ നമ്മൾ അതിൽ പ്രസ്താവനത്തിൽ ഉദ്ദേശിച്ച് മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ തേടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായമാണ് ഏറ്റവും വലുത്. അടുത്തറിഞ്ഞ ഈ BJPയുടെ പ്രവർത്തകരും മറ്റു കാര്യകർത്താക്കളും അവരുടെ പ്രവർത്തന രീതികളും താങ്കളുള്ള സമീപനമൊക്കെ എങ്ങനെയായിട്ട് കാണുന്നു? ഇല്ല, നമ്മളെല്ലാവരും നല്ല സഹകരിച്ച് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരു കുടുംബം പോലെ കാര്യങ്ങൾ നേരിട്ട് പോകുന്ന ആൾക്കാരാണ്. അതിനാൽ വേറെ ഇതുവരെ നമുക്ക് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ശ്രീനിവാസൻ. ഇപ്പോൾ BJPയിൽ ഇന്ന് മെമ്പർഷിപ്പ് എടുത്തു. ഇത്രയും കാലം ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു? കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. കോൺഗ്രസിലായിരുന്നു. എന്തുകൊണ്ടാണ് BJPയിലേക്ക് വരാണ്ടായ കാരണം? BJPയുടെ പ്രവർത്തനം നല്ല ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ താങ്കൾ കാണുന്ന ഒരു കുറവ് എന്താണ്? കുറവ് എന്ന് വെച്ചാൽ സംഘടനാപരമായുള്ള പ്രവർത്തനത്തിൻ്റെ കുറേ പാഴ്ചകൾ ഉണ്ട്. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇങ്ങനെ നിഷ്പക്ഷമായിട്ട് നിൽക്കായിരുന്നു. ഇപ്പോൾ മാറി. BJP നരേന്ദ്രമോദിയുടെ കൂടെ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു, മെമ്പർഷിപ്പ് എടുത്തു. ഇപ്പോൾ താങ്കൾ BJPയിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് താങ്കൾ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ കാര്യകർത്താക്കളും പ്രവർത്തകരൊക്കെ ഏത് രീതിയിലുള്ള നിലപാടാണ് താങ്കൾക്ക് എതിരെടുക്കുന്നത്? എതിരായിട്ട് ഒന്നും എടുക്കാനുള്ള ഇതൊന്നുമില്ല. നമ്മുടെ മാനസികമായുള്ള ഒരു തോന്നൽ, നമ്മൾ നല്ല മോദിജി നല്ല ഒരു കാഴ്ചപ്പാടിൽ കൂടി ഇന്ത്യ രാജ്യം ഭരിക്കുന്നു, ഞങ്ങളുടെ കൂടെ എല്ലാവരും അണികളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ആ കരങ്ങൾക്ക് ശക്തി പകരാനാണ് ഞങ്ങൾ. ഇപ്പോൾ ബന്ധുക്കളും മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ താങ്കളെ പോലെ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ആയിരുന്നു? അത് പല രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ മക്കൾ അവരൊക്കെ എങ്ങനെയാണ്? ഞാൻ പറയുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ കൂടി തന്നെയായിരുന്നു അവർ പോയിരുന്നത്. പെട്ടെന്ന് താങ്കൾക്ക് ഒരു മാറ്റം വന്ന സമയത്ത് അവരുടെ നിലപാടെന്തായിരുന്നു? അവർ പറഞ്ഞു അത് എൻ്റെ ഇഷ്ടം, ഞാൻ നല്ല ഉദ്ദേശത്തു കൂടിയേ മാറുള്ളൂ, അപ്പോൾ അതുകൊണ്ട് മാറിയെന്നുള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ BJPയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് അവരോടുള്ളൊരു അഭിപ്രായം? എന്താണ്? അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹം മാത്രമല്ല, മുസ്ലിം സമുദായം വരുന്നുണ്ട്, എല്ലാ സമുദായത്തിൻ്റെ ആൾക്കാരും BJPയിലേക്ക് വരുന്നുണ്ടല്ലോ. അത് അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രവർത്തനം മോദിജിയുടെ ഭാഗമുണ്ട് എന്നുള്ള രീതി, അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ചേട്ടാ നമസ്കാരം. ഇന്ന് മെമ്പർഷിപ്പ് എടുത്തതല്ലേ BJPയിൽ? പേരെന്തായിരുന്നു? സെബാസ്റ്റ്യൻ. BJPയിൽ വരാനുള്ള കാരണം എന്താണ്? കാരണം ചോദിച്ചാൽ ഡൽഹിയിൽ കരുത്തട്ടൊരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ BJPയുടെ തന്നെ ഒരു നല്ലൊരു ഗവൺമെൻറ് ഈ കേരളത്തിൽ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സാധിക്കുമെന്ന് തോന്നുന്നു. സാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിജയത്തിന്. അപ്പോൾ അത് ഇനി മറ്റ് സ്ഥലങ്ങളിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താ? രാജ്യം കൊണ്ട് നടക്കാൻ പ്രധാനമന്ത്രിയുടെ ആ വ്യക്തിത്വം, ഉദ്ദേശശുദ്ധിയും അത് നമുക്ക് ആവശ്യമാണ്. രാജ്യം വ്യാപകമായി ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്.